ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കനകയും ഗോവിന്ദനും അതുപോലെ തന്നെ നന്ദുവും ഒക്കെ തിരിച്ചു പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് ഗോവിന്ദൻ നയനയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ദയവ് ചെയ്ത് മോൾ ഇനി ഒരിക്കലും നവ്യയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. നമ്മുടെ കുടുംബത്തിനെ മൊത്തമായിട്ട് നാണം കെടുത്തിക്കൊണ്ടിരിക്കുന്നത് അവളാണ്. തിരിച്ച് അവൾക്കാണെങ്കിൽ നമ്മളോട് ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. അവൾ ഓരോ ചെയ്തു വെക്കുന്നതിൻ്റെ പേരാണ് നമ്മൾ എല്ലായിടത്തും നാണം കെട്ട് പോകുന്നത്. അതുകൊണ്ട് മോൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് വേണ്ടി ഒന്നും ചെയ്യരുത്. കാരണം അവൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു തെറ്റ് മറച്ചു വെച്ചപ്പോൾ പകരം മോൾക്ക് കിട്ടിയത് എന്താ? നവ്യേക്കാളും വലിയ കള്ളി എന്ന പേരാണ്. ഇനി ഒരിക്കലും ആദർശ് മോൻ്റെ മനസ്സിൽ നിന്നും അത് മാഞ്ഞു പോവില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ചേച്ചി ഇനി മോൾക്കില്ലെന്ന് കരുതി മോൾ ജീവിക്കുന്നതാണ് നല്ലത്. നയന കരഞ്ഞുകൊണ്ട് തലയാട്ടുകയാണ്. അപ്പം ഗോവിന്ദൻ യാത്ര ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ പോയിട്ട് വരാം മോളെ. നയന കണ്ണീരോടെ വിളിക്കുകയാണ്, അച്ഛാ. കനകയും കരഞ്ഞുകൊണ്ട് യാത്ര ചോദിക്കുന്നുണ്ട്, മോള് വിഷമിക്കണ്ട, ഞങ്ങൾ പോട്ടെ. അതിന് പിന്നാലെ തന്നെ നന്ദുവും പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പക്ഷെ നന്ദു കുറച്ച് ദൂരം എത്തിയപ്പോഴേക്കും വീണ്ടും തിരിച്ചു വന്ന് നയനയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. ചേച്ചിയെ കെട്ടിപ്പിടിച്ച് കരയുന്ന നന്ദുവിനെ നോക്കിയിട്ട് കുറച്ചു നേരം കനകയും ഗോവിന്ദനും നിൽക്കുന്നുണ്ട്. അപ്പം ഒരുപാട് നേരം കരഞ്ഞതിന് ശേഷം നന്ദു പറയുന്നുണ്ട്, ഒരു തെറ്റും ചെയ്യാതെ എൻ്റെ ചേച്ചിക്ക് ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നുണ്ടല്ലോ, ഇങ്ങനെ കരയേണ്ടി വരുന്നുണ്ടല്ലോ ചേച്ചി. കരഞ്ഞുകൊണ്ട് തന്നെ നയന പറയാണ്, സാരയില്ല, അതെൻ്റെ ജാതകത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് മോളെ. അതിനുശേഷം നന്ദുവിനോട് പറയാണ്, നീ മിടുക്കിയായിട്ട് പഠിക്ക്, നല്ലൊരു ജോലിയൊക്കെ സമ്പാദിക്കാൻ നോക്ക്, എന്നിട്ട് നിനക്കിഷ്ടപ്പെട്ട പയ്യൻ്റെ കൂടെ നന്നായിട്ട് ജീവിക്ക്. നന്ദു അതിന് മറുപടി ഒന്നും പറയാതെ കരഞ്ഞുകൊണ്ട് അവിടുന്ന് അമ്മയ്ക്കും അച്ഛനും ഒപ്പം യാത്രയാവുകയാണ്. അവർ യാത്രയാകുന്നത് നോക്കി നിൽക്കാനാവാതെ നയനെ അവിടുന്ന് പോകുന്നുണ്ട്. അത് കാണുന്ന സമയത്ത് അനി അങ്ങോട്ടേക്ക് വരികയാണ്. അനി നോക്കുന്ന സമയത്ത് നന്ദു അവളുടെ അച്ഛനും അമ്മയും കൂടെ സങ്കടപ്പെട്ടുകൊണ്ട് ആ വീടിൻ്റെ പടിയിറങ്ങി പോവുകയാണ്. ദേവയാനി നോക്കുന്ന സമയത്ത് ജയൻ വിഷമത്തോടു കൂടി ബാൽക്കണിയിൽ നിൽക്കുകയാണ്. അപ്പോൾ അവർ സങ്കടത്തോടെ അങ്ങോട്ട് പോയിട്ട് പറയുന്നുണ്ട്, അന്ന് അച്ഛൻ തളർന്നു വീണ സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തിരിച്ചു വന്നപ്പോൾ തന്നെ എനിക്ക് തോന്നിയായിരുന്നു അച്ഛൻ എന്തോ കുഴപ്പമുണ്ടെന്ന്. അതേപ്പറ്റി ജയേട്ടനോട് ചോദിക്കുകയും ചെയ്തു. എന്നിട്ടും ജയേട്ടൻ എന്നോട് അതേപ്പറ്റി ഒരു അക്ഷരം പോലും പറഞ്ഞില്ലല്ലോ. അപ്പം ജയൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, പറഞ്ഞിട്ട് എന്തിനാ? ഇന്ന് അച്ഛൻ അസുഖമാണെന്ന് അറിഞ്ഞപ്പോൾ നിങ്ങൾക്കുണ്ടായ ഞെട്ടലും വേദനയും എത്രയാണെന്ന് എനിക്കറിയാം. അത് ഒഴിവാക്കാൻ വേണ്ടിയാ ഞങ്ങളൊന്നും പറയാതിരുന്നത്. അച്ഛൻ അസുഖമാണെന്ന് അറിഞ്ഞ ശേഷം നമ്മുടെ മോൻ എത്രമാത്രം സങ്കടം അടക്കി പിടിച്ചാണ് നടന്നതെന്ന് തനിക്കറിയാമോ? അവനും ഞാനും ഒക്കെ നിങ്ങളുമായി ചിരിച്ച് നടന്ന സമയത്തൊക്കെ അതൊരു വേദനയായി ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ദേവയാനിയും പറയാണ്, എനിക്ക് മനസ്സിലായി ജയേട്ടാ, നമ്മുടെ മോൻ എത്രമാത്രം വേദന ഉള്ളിൽ അടക്കി പിടിച്ചാണ് നടന്നിരുന്നതെന്ന്. അവൻ എന്നേക്കാൾ പ്രാധാന്യം ഞാനൊക്കെ കൊടുക്കുമ്പോഴൊക്കെ ഞാൻ അവനെ വിമർശിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ അവൻ്റെ ഉള്ളിലൊരു ഭാരമുണ്ടെന്ന് അവൻ പറയാറുണ്ടായിരുന്നു. എന്നാലത് ഇത്രത്തോളം ആവുമെന്ന് ഞാൻ കരുതിയില്ല. അപ്പോൾ ജയനും പറയുന്നുണ്ട്, ഞാനും എൻ്റെ അച്ഛനും തമ്മിലുള്ള ബന്ധത്തേക്കാൾ ദൃഢമാണ് അവനും അവൻ്റെ മുത്തശ്ശനും തമ്മിലുള്ള ബന്ധം. മക്കളും കൊച്ചുമക്കളും ഒക്കെ മുതിർന്നപ്പോൾ മൂർത്തീസ് ജ്വല്ലറിയുടെ MD സ്ഥാനം കൊടുത്തത് ആദർശിനാണ്. അവനെ അത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് അച്ഛൻ. അതുപോലെ തന്നെ തിരിച്ചും. നയനയുമായിട്ട് പലപ്പോഴും വഴക്കില്ലാതെ പോയതും അച്ഛന് വേണ്ടിയിട്ടാണെന്നാ എൻ്റെ സംശയം. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അത് ഉറപ്പാ. അവൻ എത്രമാത്രം കഴിഞ്ഞ ദിവസങ്ങളിൽ വീർപ്പുമുട്ടിയാണ് ജീവിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. മുത്തശ്ശനെയും അമ്മയും ഒരേ സമയം സന്തോഷിപ്പിക്കേണ്ട ഒരു ഗതികെട്ട അവസ്ഥയിലായിരുന്നു അവനിപ്പോൾ എന്ന് എനിക്ക് മനസ്സിലായി. നമ്മുടെ മോന് ഈ വീട്ടിലുള്ളവർ കഴിഞ്ഞിട്ടേ മറ്റാരും ഉള്ളൂ. പ്രത്യേകിച്ച് താനും അച്ഛനും അമ്മയൊക്കെ അവൻ്റെ ഹൃദയത്തിലാണ്. അങ്ങനെയുള്ള മോൻ്റെ സന്തോഷം, അവൻ്റെ ലൈഫ്, അതൊക്കെയാണ് നമ്മൾ മുന്നിൽ കാണേണ്ടേ. അപ്പോൾ ദേവയാനി അങ്കലാപ്പോടെ ചോദിക്കുന്നുണ്ട്, പക്ഷേ ജയേട്ടാ, നവ്യയും നയനയും ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷമല്ലേ ഈ ദുരന്തങ്ങളൊക്കെ ഉണ്ടായത്? അങ്ങനെയെങ്കിൽ എല്ലാം പെട്ടെന്ന് മനസ്സിലാക്കുന്ന അച്ഛൻ എന്താ ഇത് മാത്രം അംഗീകരിക്കാത്തത്? നയനയാണ് ഈ വീടിൻ്റെ വിളക്കെന്ന് അച്ഛൻ ഏതു നേരവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാ? അപ്പം ജയൻ പറയുന്നുണ്ട്, നന്നായി മനുഷ്യ മനസ്സുകൾ അറിയാവുന്നയാളാണ് എൻ്റെ അച്ഛൻ. എന്തു പറഞ്ഞാലും അളന്ന് കുറിച്ചേ പറയൂ, പറയുന്നതിൽ ഉറച്ചു നിൽക്കും. അങ്ങനെയുള്ള അച്ഛന് നയനമോൾ ഈ വീടിൻ്റെ നല്ല മരുമകളാണെന്ന് തോന്നിയെങ്കിൽ അത് നല്ലതാ. അവൾ നല്ല മരുമകളാ. നമ്മുടെ ആദർശിന് അവളേക്കാൾ നല്ലൊരു പെൺകുട്ടി ഭാര്യയായി വരില്ലെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാ. ഇനിയെങ്കിലും താനത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അത് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമേ ഉണ്ടാക്കൂ. അതിന് മറുപടി പറയാതെ ദേവയാനി പറയാണ്, ഞാൻ ആദർശിനെ ഒന്ന് കാണട്ടെ. എന്നിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. ദേവയാനി ആദർശിൻ്റെ അരികിലേക്ക് ചെല്ലുന്ന സമയത്ത് ആദർശ് നെഞ്ചു പൊട്ടുന്ന വേദനയോടുകൂടിയാണ് ഇരിക്കുന്നത്. ആദർശിൻ്റെ മുന്നിൽ ചെന്നിട്ട് ദേവയാനി ചോദിക്കുന്നുണ്ട്, മോനെ, ഇത്രയും ദിവസം മോൻ എല്ലാം ഉള്ളിലൊതുക്കി നിൽക്കുമായിരുന്നല്ലേ? അപ്പോഴേക്കും ആ ഉള്ളിൽ അടക്കി പിടിച്ച സങ്കടത്തോടു കൂടി ആദർശ് അമ്മയുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാണ്. ആദർശിൻ്റെ കരച്ചിൽ കാണുന്ന സമയത്ത് ദേവയാനിക്ക് സങ്കടമാവുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അമ്മേ, എൻ്റെ മനസ്സിലൊരു വിങ്ങലുണ്ടെന്ന് ഞാൻ എപ്പോഴും പറയുമായിരുന്നല്ലോ. ആ വിങ്ങലാ ഇന്ന് അമ്മ ഉൾപ്പെടെയുള്ളവർ അറിഞ്ഞത്. അപ്പോൾ ദേവയാനി സങ്കടത്തോടെ ചോദിക്കുകയാണ്, ഇത് മോൻ എൻ്റെ അടുത്തെങ്കിലും പറഞ്ഞുകൂടായിരുന്നോ? അപ്പോൾ ആദർശ് കരച്ചിലടക്കി പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അമ്മേ, മുത്തശ്ശനെ സ്നേഹിക്കുന്നവരാ ഈ വീട്ടിലുള്ളവരെല്ലാവരും. അപ്പോൾ ആരെയും വേദനിപ്പിക്കേണ്ടെന്ന് ഉറച്ചു തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയത്. എന്നാലും ഇതൊരു വല്ലാത്ത സങ്കടമായി പോയല്ലോ മോനെ, ദേവയാനി സങ്കടത്തോടെ പറയാണ്. അപ്പോഴും ആദർശ് കരഞ്ഞുകൊണ്ട് പറയാണ്, അമ്മേ, മുത്തശ്ശൻ വളരെ കുറച്ച് നാളുകൾ കൂടിയേ നമുക്കൊപ്പം ഉണ്ടാവൂ.
അങ്ങനെയാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നേ. അതുകൂടെ കേട്ട സമയത്ത് ദേവയാനി പൊട്ടി പൊട്ടി കരയാണ്. അമ്മ കരയുന്ന കണ്ടപ്പം ആദർശ് ആശ്വസിപ്പിക്കുകയാണ്. അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആദർശ് പറയുന്നുണ്ട്, അമ്മേ, ഈ സങ്കടമൊന്നും കാണാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ആരോടും ഒന്നും പറയാതിരുന്നത്. അസുഖം അറിഞ്ഞ ശേഷം മുത്തശ്ശൻ എന്നോട് ഒന്നേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ, നയനയെ സ്നേഹിക്കണമെന്ന്. അവളെ ഒരിക്കലും വിഷമിപ്പിക്കരുതെന്ന് പറഞ്ഞപ്പോൾ പലപ്പോഴും എനിക്കത് അനുസരിക്കേണ്ടി വന്നു. അതാ അമ്മ എന്നെ കുറ്റപ്പെടുത്താനുള്ള കാരണം. അപ്പോൾ ദേവയാനി കരഞ്ഞുകൊണ്ട് ആദർശൻ നെഞ്ചിൽ നിന്ന് എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട്, എനിക്കൊന്നും അറിയില്ലായിരുന്നല്ലോ മോനെ, അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എൻ്റെ മോനെ കുറ്റപ്പെടുത്തില്ലായിരുന്നല്ലോ. അപ്പോൾ ആദർശ് വളരെ സീരിയസ് ആയിട്ട് അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ, ഇന്ന് നവ്യ ചെയ്തത് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ്. പക്ഷേ അതിന് കൂട്ടുനിന്ന നയന ചെയ്ത തെറ്റ് എനിക്കതിനേക്കാളും പൊറുക്കാൻ പറ്റാത്തതാണ്. പ്രത്യേകിച്ച് എൻ്റെ സ്വഭാവം അവൾക്കറിയാം. എന്നിട്ടും എന്നോടത് മറച്ചു വെച്ചെങ്കിൽ അതാ എൻ്റെ സങ്കടം. അതെനിക്ക് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ല. മുത്തശ്ശന് വേണ്ടി ഞാൻ ഇനിയും അഭിനയിക്കാം. പക്ഷെ അവൾ ചെയ്ത ഈ പ്രവൃത്തി മറന്നുകൊണ്ട് അവളെ സ്നേഹിക്കാൻ എനിക്ക് പറ്റില്ല അമ്മേ. അപ്പോൾ കരഞ്ഞുകൊണ്ട് ദേവയാനി ചോദിക്കുന്നുണ്ട്, പക്ഷേ മുത്തശ്ശൻ്റെ കാര്യം ഓർക്കുമ്പോൾ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണല്ലോ മോനെ നമ്മൾ നിൽക്കുന്നത്. അവൾ വീട് വിട്ടു പോവാൻ ശ്രമിച്ചപ്പോൾ ഇന്ന് വരെ ആരുടെ മുന്നിലും താഴാത്ത മുത്തശ്ശൻ അവളുടെ മുന്നിൽ തൊഴുതു പറയുമായിരുന്നു പോവല്ലേ എന്ന്. അപ്പോൾ ആദർശം അത്ഭുതത്തോടെയാണ് പറയുന്നത്, അത് എന്നെയും അത്ഭുതപ്പെടുത്തി. ശരിക്കു പറഞ്ഞാൽ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്ത അവളോട് ചേച്ചിയോടും ഒരിക്കലും ക്ഷമിക്കേണ്ടതല്ല മുത്തശ്ശൻ. എന്നിട്ടും എന്തുകൊണ്ടാണ് അവരെ ഇവിടെ നിർത്തണമെന്ന് വാശി പിടിക്കുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ദേവയാനി അതിനുള്ളൊരു ഉത്തരം പോലെ ആദർശനോട് പറയാണ്, ഈ വീട്ടിലേക്ക് കയറി വന്ന മരുമക്കളാ ഞാനും ജാനകിയും ഒക്കെ. ഇന്നുവരെ ഈ വീട്ടിലേക്ക് വന്ന ഒരു മരുമക്കളും ബന്ധം പിരിഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ടായിരിക്കും നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഇവിടേക്ക് കയറി വന്ന മരുമക്കൾ പടിയിറങ്ങി പോവരുതെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, പക്ഷേ നയന എൻ്റെ മനസ്സിൽ നിന്നും പടിയിറങ്ങി പോയി കഴിഞ്ഞു, പ്രത്യേകിച്ച് ഈ സംഭവത്തോടെ. മറുപടിയൊന്നും ഇല്ലാതെ ദേവയാനി സങ്കടത്തോടു കൂടി നിൽക്കുകയാണ്. അതേസമയം നവ്യ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ് സോഫയിൽ. ആകെ മൊത്തം ഒരു സന്തോഷമുണ്ട് ആളുടെ മുഖത്ത്. അപ്പോഴേക്കും നയന അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നയനയെ കണ്ടപ്പോൾ നവ്യ പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പം ദേഷ്യത്തോടെ നയന ചോദിക്കുന്നുണ്ട്, എന്തിനാ ചേച്ചി ചിരിക്കുന്നേ? അല്ല, നമ്മൾ എത്ര നാൾ കൊണ്ട് ഭയന്ന് നടക്കുക ഈ സംഭവത്തിൻ്റെ പേരിൽ? അത് ഡിം എന്ന് പറഞ്ഞങ്ങ് തീർന്നു. നവ്യ ചിരിച്ചുകൊണ്ട് പറയാണ്. അപ്പം നയന ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട്, എന്ത് തീർന്നെന്നാ ചേച്ചി പറയുന്നേ? അപ്പം നവ്യ സംശയത്തോടു കൂടി നയനയെ നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, നിനക്കിത് ശരിക്കൊരു ആശ്വാസമല്ലേ? നീ ഇതിൻ്റെ പേരിൽ കുറച്ച് ദിവസമായിട്ട് ടെൻഷൻ അടിച്ച് നടക്കുമല്ലായിരുന്നോ? അതങ്ങ് പെട്ടെന്ന് കെട്ടടങ്ങിയില്ലേ? നിമിഷ നേരം കൊണ്ട് മനസ്സമാധാനം കിട്ടി. അപ്പം നയന ദേഷ്യത്തോട് ചോദിക്കുക, ആർക്ക് മനസ്സമാധാനം കിട്ടിയെന്നാ പറയുന്നേ? എന്ത് മനസ്സമാധാനം കിട്ടിയെന്നാ ഈ പറയുന്നത്? തെറ്റ് ചെയ്തതിനേക്കാളും അതിന് കൂട്ടുനിന്ന് എന്നെയാണ് എല്ലാവരും പഴിക്കുന്നത്. അപ്പം നവ്യ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റിട്ട് സമാധാനിപ്പിക്കണം നയനെ. അതെല്ലാം കുറച്ച് ദിവസത്തേക്ക് കാണൂ, അതെല്ലാം കഴിഞ്ഞാൽ എല്ലാം പഴയതുപോലെ തന്നെ ആയിക്കോളും. അപ്പം നയന ചോദിക്കുന്നുണ്ട്, കുറച്ച് മുമ്പ് നടന്ന സംഭവങ്ങൾക്കൊക്കെ ചേച്ചിയും സാക്ഷിയല്ലേ? സ്വാർത്ഥി ആയതുകൊണ്ടാണ് ചേച്ചിക്ക് ഇതൊന്നും വലിയ സംഭവമായി തോന്നാത്തത്. അപ്പോഴൊക്കെ നവ്യക്ക് ദേഷ്യം വരികയാണ്. അപ്പം നയന പറയുന്നുണ്ട്, എന്നാ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തെറ്റിന് കൂട്ടു നിൽക്കുന്നത്. അപ്പം നവ്യ നിസ്സാരാക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, പിന്നെ ഇതൊക്കെ വലിയ കാര്യമാണോ? എന്നെപ്പോലെ സുന്ദരിയായ ഒരു മരുമകളെ അനന്തപുരിക്കാർക്ക് വേറെ കിട്ടത്തില്ല. അതുപോലെ തന്നെ നിന്നെപ്പോലെ വീട് നോക്കുന്ന ഒരു മരുമകളെയും അവർക്ക് വേറെ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ആ കിളവൻ നീ അമ്മയ്ക്കൊപ്പം പോവാൻ പോയപ്പോൾ പിന്നാലെ വന്ന് പോവല്ലേ എന്ന് പറഞ്ഞത്. അപ്പം നയന വീണ്ടും ചോദിക്കുന്നുണ്ട്, ആദർശേട്ടൻ്റെ മുത്തശ്ശൻ്റെ അവസ്ഥ എന്താണെന്ന് ചേച്ചി അറിഞ്ഞല്ലോ? ഒരു വലിയ രോഗം പിടിപെട്ട കാര്യം പുറത്തു പറയാതെയാ അച്ഛനും മോനും കൊണ്ടു നടന്നത്. അവൻ കളിയാക്കിക്കൊണ്ട് നവ്യ പറയാണ്, അങ്ങേർക്ക് 10-75 വയസ്സായി, ഇനിയിപ്പോൾ മരിച്ചാൽ എന്താ കുഴപ്പം? അപ്പം നയന ദേഷ്യത്തോടെ പറയാണ്, മിണ്ടരുത്, ഈ കുടുംബത്തിൻ്റെ താളാ ആദർശേട്ടൻ്റെ മുത്തശ്ശൻ. അപ്പം നവ്യ കളിയാക്കിക്കൊണ്ട് പറയാണ്, പിന്നെ ഒരു താളം, ഏത് താളായാലും ഒരു ദിവസം നിലയ്ക്കും. അതിപ്പോൾ നമ്മുടെ കാര്യത്തിലായാലും അങ്ങനെ തന്നെയാ. ഏതായാലും കിളവൻ ചാവുന്നതിന് മുമ്പ് സ്വത്തുക്കളൊക്കെ ഭാഗം വെച്ചിട്ട് എല്ലാവരും സെപ്പറേറ്റ് ആക്കിയാൽ മതിയായിരുന്നു. ഇവിടുത്തെ കുറേ ചട്ടങ്ങളും നിയമങ്ങളും എത്രയാന്ന് വെച്ചാൽ സഹിക്കുന്നേ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ കിളവനൊന്ന് ചാവണേന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോഴേക്കും നയനയുടെ കൺട്രോൾ പോയിട്ടുണ്ടായിരുന്നു. നവ്യയെ തിരിച്ച് പിടിച്ചിട്ട് കവിളത്ത് ചെകിട്ടത്ത് നോക്കി ഒന്ന് പൊട്ടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മിണ്ടരുത്, ചേച്ചി എന്ന് പറഞ്ഞ ഒരു അമ്മയുടെ സ്ഥാനമുണ്ട്. എന്നാൽ അത് മനസ്സിലാക്കിയിട്ട് അതിനൊത്ത സംസാരം വേണം പുറത്തു വരാൻ. ഇനി ഈ രീതിയിൽ സംസാരിച്ച ചേച്ചിയാണെന്ന് നോക്കാതെ കൊല്ലും ഞാൻ. അപ്പം നവ്യ ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട്, നീ എന്നെ തല്ലിയല്ലേ? ചേച്ചിയുടെ നാവിന്ന് വീഴുന്ന വാക്കുകൾ അതുപോലെ കടുപ്പുള്ളതാ. നവ്യ ഒന്നും പറയാതെ തലതാഴ്ത്തി നിൽക്കുകയാണ്. അപ്പം നയന പറയുന്നുണ്ട്, നമ്മുടെ അമ്മ ഇപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ ചേച്ചിയെ കഴുത്ത് ഞെരിച്ച് കൊന്നേനെ. അച്ഛനെ അമ്മയെ സ്നേഹിക്കുന്നവരെയൊക്കെ മാനം കെടുത്താനും കൊല്ലാനുമായിട്ട് ജനിച്ചൊരു ജന്മം. നവ്യ ഒന്നും പറയാതെ കേട്ട് നിൽക്കുകയാണ് നയന പറയുന്നതൊക്കെയും. അപ്പം നയന പറയുന്നുണ്ട്, ചേച്ചിക്ക് പറ്റിയൊരു ഭർത്താവിനെയും അമ്മായിയമ്മയെയാണ് കിട്ടിയിരിക്കുന്നത്. ബാക്കി ഈ വീട്ടിലുള്ളവരൊക്കെ പാവങ്ങളാ, മനുഷ്യത്വമുള്ളവരാ. അവരുടെയൊക്കെ കണ്ണീരും വേദനയും ഇന്നു ഞാൻ കണ്ടു.
അതുകൊണ്ട് തന്നെയാണ് അമ്മയ്ക്കൊപ്പം പോകാൻ തീരുമാനിച്ചത്. നവ്യ ഒന്നും പറയാതെ നയന പറയുന്നതൊക്കെ കേട്ട് നിൽക്കുകയാണ്. അപ്പം നയന പറയുന്നുണ്ട്, അവരുടെയൊക്കെ മുഖത്ത് നോക്കാനുള്ള തൻ്റെ ഇടം ഇനി എനിക്കില്ല. ആരെങ്കിലും ഇങ്ങോട്ടെടഞ്ഞാൽ നേർക്ക് നേരെ നിന്ന് സംസാരിക്കുന്ന ആളായിരുന്നു ഞാൻ. ആരുടെ മുൻപിലും ധൈര്യം ചോർന്നു പോയിട്ടില്ല. എന്നാൽ ഇന്ന് ആദർശേട്ടൻ ഉൾപ്പെടെ എല്ലാവരുടെയും മുന്നിൽ ഞാൻ തകർന്നു പോയി. ഇനി ഒരു നിമിഷം പോലും ഇവിടെ കഴിയാനുള്ള യോഗ്യത നമുക്കില്ല. അത് മനസ്സിലാക്കി ഞാൻ അമ്മയുടെ കൂടെ പോകുമ്പോൾ പോലും ചേച്ചി കൂടെ വരാൻ കൂട്ടാക്കിയില്ല. എന്തിന്? കല്യാണം കഴിച്ചതിന് ശേഷം ഒരു ദിവസം പോലും ചേച്ചി നമ്മുടെ വീട്ടിലേക്ക് പോയിട്ടില്ല. അനന്തപുരി പോലെ വലിയൊരു തറവാട്ടിലേക്ക് വന്നു കയറിയപ്പോൾ ഇവിടുത്തെ സുഖ സൗകര്യങ്ങളിൽ ചേച്ചി മുങ്ങിപ്പോയി. ഇനി ഇത് വിട്ട് ചേച്ചിക്കൊരു ജീവിതമില്ല. അപ്പം നവ്യ നയനക്ക് ഓപ്പോസിറ്റ് വന്നു നിന്നിട്ട് പറയാണ്, അങ്ങനെ തന്നെയാ, എൻ്റെ കഴുത്തിൽ ഒരുത്തൻ താലി കെട്ടിയിട്ടുണ്ട്. അനന്തമൂർത്തിയുടെ കൊച്ചുമകൻ. ആ താലി ഭദ്രമായിട്ട് എൻ്റെ കഴുത്തിലുള്ളിടത്തോളം കാലം എനിക്ക് ഈ തറവാട്ടിൽ കഴിയാനുള്ള അവകാശമുണ്ട്. ഞാനിവിടെ കഴിയുകയും ചെയ്യും. അല്ലാതെ ആദർശത്തിൻ്റെ പേരിൽ എൻ്റെ ജീവിതം ഇവിടെ വലിച്ചെറിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോകാനൊന്നും പോകുന്നില്ല. അപ്പം നയന കളിയാക്കിക്കൊണ്ട് പറയാണ്, പോവില്ല. അതിനുള്ള വളർച്ചയെ ചേച്ചിയുടെ മനസ്സിനുണ്ടായിട്ടുള്ളൂ. ഒരു 5ാം ക്ലാസ്സുകാരിയാണ് ഇപ്പം എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. അത്രയും പക്വതയെ ചേച്ചിക്കുള്ളൂ. അതൊക്കെ കേട്ടതിന് ശേഷം നവ്യ പറയുന്നുണ്ട്, ആയിക്കോട്ടെ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണമൊക്കെ ഞാനിവിടെ എല്ലാവരുടെയും മുന്നിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അത് നിനക്കറിയാവുന്ന കാര്യമല്ലേ? ഒരുത്തൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയിട്ട് അവൻ മറ്റൊരു പെൺകുട്ടിയെ വിവാഹത്തിലാവാൻ പോകുമ്പോൾ ഞാൻ പിന്നെ എന്തു വേണമായിരുന്നു? ആ വിവാഹം മുടക്കാൻ ഞാൻ കണ്ടെത്തിയ മാർഗമാണ് ഈ ഇല്ലാത്ത പ്രഗ്നൻസി. ആ കള്ളം പൊളിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇത്രത്തോളം എത്തി. അതിലെനിക്കൊരു കുറ്റബോധവും ഇല്ല. ഞാൻ തെറ്റ് ചെയ്തതല്ല, എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചതാ. അതിന് നിൻ്റെ കൂട്ടുമുണ്ടല്ലോ. നയനക്ക് നേരെ തിരിഞ്ഞ് ചോദിക്കുകയാണ്. അപ്പം നയനൻ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഞാൻ കൂട്ടു നിന്നത് എന്തുകൊണ്ടാണെന്ന് ചേച്ചിക്ക് ശരിക്കും അറിയാമല്ലോ. എന്നിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞാൽ തല്ലി ശരിപ്പെടുത്തി കളയും ഞാൻ. അപ്പം നവ്യ പറയുന്നുണ്ട്, നീ തല്ലിക്കോ, എത്ര തല്ലിയാലും ശരി, പറയാനുള്ളത് ഞാൻ പറയും. അതുപോലെ തന്നെ എൻ്റെ ഭർത്താവ് ഇവിടെ ഉള്ളിടത്തോളം കാലം ഞാനിവിടെ കാണുകയും ചെയ്യും. നയനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് നവ്യ അവിടുന്ന് പോകുന്നത്. അതേസമയം ദേവയാനി സങ്കടത്തോടു കൂടി ആദർശനോട് പറയുന്നുണ്ട്, എത്ര വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും എത്ര പണം മുടക്കിയാലും മോൻ്റെ മുത്തശ്ശനെ പഴയ പോലെ ആക്കണം. ഒരു കാരണവശാലും മോൻ്റെ മുത്തശ്ശന് ഒന്നും സംഭവിക്കാൻ പാടില്ല. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഡോക്ടർ പക്ഷേ ഒരു ഗ്യാരണ്ടിയും പറഞ്ഞിട്ടില്ല. അപ്പോൾ ദേവയാനി കരഞ്ഞുകൊണ്ട് പറയാണ്, മോൻ്റെ മുത്തശ്ശനില്ലാത്ത അനന്തപുരി തറവാടിനെക്കുറിച്ച് ചിന്തിക്കാനേ കഴിയുന്നില്ല. അപ്പോൾ ആദർശ് സമാധാനിപ്പിക്കുന്നുണ്ട്, പല വഴിക്കും അന്വേഷണം നടത്തുന്നുണ്ട് അമ്മേ. വിദേശത്തുള്ള ഡോക്ടർമാരുമായിട്ടെല്ലാം കൺസൾട്ട് നടത്തുന്നുണ്ട്. എല്ലാ രീതിയിലും നമ്മുടെ സോഴ്സ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ ആരും ഈ കേസ് ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല. അപ്പോഴും ദേവയാനി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, അച്ഛൻ കൃത്യമായി യോഗയൊക്കെ ചെയ്യുമായിരുന്നു, ഭക്ഷണത്തിനും നല്ല നിയന്ത്രണം ഉണ്ടായിരുന്നു. എന്നിട്ടും ഇത്രയും വലിയൊരു രോഗം അച്ഛനെ തേടി വന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ആദർശ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, രോഗത്തിന് കടന്നു വരാൻ പ്രത്യേകിച്ച് സമയവും കാലമൊന്നും ഇല്ലല്ലോ അമ്മേ. മുത്തശ്ശനും അത് തന്നെയാണ് പറയുന്നത്. ഒരാളുടെ ആയുസ് തീരാറാവുമ്പോൾ അവരെ മുകളിലേക്ക് വിളിക്കാൻ ദൈവം ഓരോ കാരണവുമായി വരും. അതാ മുത്തശ്ശൻ്റെ സംസാരം. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അച്ഛൻ രോഗവുമായി പൊരുത്തപ്പെട്ടിട്ടുണ്ടാവും. അതാ എങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാവും സ്വത്തൊക്കെ ഭാഗം വെക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ ആദർശ് സങ്കടത്തോടെ പറയുന്നുണ്ട്, നിർഭാഗ്യവശാൽ ഈ രോഗം പിടിപെട്ടതിന് ശേഷം മുത്തശ്ശന് ഈ വീട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുള്ളത്. നയനയെ മറ്റാരെക്കാളും സ്നേഹിക്കുന്ന മുത്തശ്ശന് അവളുമായിട്ട് ഞാൻ പിണങ്ങുന്നത് സങ്കടമാണ്. എങ്കിലും പലപ്പോഴും ഞാനത് മറക്കുന്നു. നയനയുമായിട്ട് തല്ലുകൂടുന്ന സമയത്ത് മുത്തശ്ശൻ ക്യാൻസർ എന്നൊരു വലിയ രോഗത്തിൻ്റെ പിടിയിലാണെന്നുള്ളത് എനിക്ക് മറന്നു പോകുന്നു അമ്മേ. എങ്കിലും ഇപ്പോൾ അവൾ ചെയ്ത ഈ കാര്യം വലിയ തെറ്റാ അമ്മേ, ഒരിക്കലും മറക്കാനും പൊറുക്കാനും കഴിയാത്ത തെറ്റ്. അപ്പം ദേവയാനി പറയുന്നുണ്ട്, അവൾ ഈ വീട്ടിൽ നിന്ന് പോയാൽ ഈ വീടിൻ്റെ ഐശ്വര്യം പോകുന്ന ആ മുത്തശ്ശൻ പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഇത്രയും തെറ്റുകൾ ചെയ്ത ഒരാൾ ഇവിടെ നിൽക്കണമെന്ന് മുത്തശ്ശൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സ്വന്തം കൊച്ചുമക്കൾ പോലും കടമകൾ മറക്കുമ്പോൾ വിമർശിക്കുമായിരുന്നു മുത്തശ്ശൻ. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നയനയെ ഞങ്ങൾ കൊച്ചുമക്കളേക്കാൾ കൂടുതൽ സ്നേഹിക്കുക മുത്തശ്ശൻ. അതാ അവളുടെ ശക്തി, അതാ അവളുടെ ബലം. അവൾ വീട്ടിനകത്ത് നിന്നും പോയാലും അവളെ തിരിച്ചു വിളിക്കാൻ വീട്ടിനകത്തൊരാളുണ്ടെന്നുള്ളതാണ് അവളുടെ ധൈര്യം. ആ ഒരു ധൈര്യമാണ് അവളെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. ആദർശിൻ്റെ അടുത്തേക്ക് മുറിയിലേക്ക് വരുന്ന സമയത്ത് നയന ഒത്തിരി പേടിയോടുകൂടിയാണ് കയറി വരുന്നത്. അപ്പോഴേക്കും ആദർശ് പൊട്ടിത്തെറിക്കുന്നുണ്ട്, എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നേ? എൻ്റെ ഭാഗത്താ തെറ്റ്, അതിന് എങ്ങനെ വേണമെങ്കിലും ശിക്ഷിച്ചോളൂ, നയന സങ്കടത്തോടെ പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇതാണല്ലോ എല്ലാ മനുഷ്യൻ്റെ അവസാനത്തെ അടവ്, കൊന്നോളൂ, ശിക്ഷിച്ചോളൂ എന്നൊക്കെ പറയുമ്പോൾ എല്ലാ മനുഷ്യരും ക്ഷമിക്കാൻ തയ്യാറായിക്കോളും. അപ്പോൾ നയന സങ്കടത്തോടു കൂടി പറയാണ്, ആദർശേട്ടൻ കഴിഞ്ഞ ദിവസം ഒരു ഡിന്നർ നടത്തിയായിരുന്നല്ലോ, ആ സമയത്ത് ഞാൻ ആദർശേട്ടനെ പുറത്തേക്ക് വിളിച്ചു കൂട്ടിക്കൊണ്ടുപോയത് ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ആദർശം അത് ഓർക്കുകയാണ്. എൻ്റെ ചേച്ചിയെക്കുറിച്ചാണെന്നൊക്കെ നയന പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദർശും അത് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കാരണം നവ്യ വന്ന് വിളിച്ചതിന് ശേഷമാണ് നയന അന്ന് മാറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം നയന സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് പറയാണ്, ആ സമയത്ത് ആ കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ആദർശേട്ടനെ വിളിച്ചു പോയത്. അത് അറിഞ്ഞിട്ടാണ് ചേച്ചി വന്നിട്ട് എന്നെ വിളിച്ചു കൊണ്ടുപോയത്. അവിടെ വെച്ച് മരിക്കൂന്ന് ഭീഷണിപ്പെടുത്തി. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ?
ഫാമിലി ഡോക്ടർ പോലും ചേച്ചിയുടെ മുന്നിൽ കീഴടങ്ങിയത് ചേച്ചി ആത്മഹത്യ ചെയ്യുന്നു ഭയന്നിട്ടാ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അവരെ നിന്നെയൊന്നും വെറുതെ വിട്ടുകൂടാ. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.